الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وأصحابه ومن تمسك بهديهم واقتفى. أما بعد، فقد قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا. فقال رسول الله صلى الله عليه وسلم: دع ما يريبك إلى ما لا يريبك. വന്യരായ ഉസ്താദുമാരെ, പണ്ഡിതരെ, ജാമിഅ ദാരുൽ ഇസ്ലാമിന്റെ ഭരണസാരഥികളെ, ബഹുമാന്യരായ ദാരിമി പണ്ഡിതരെ, സദസ്യരെ, സാദാത്തുക്കളെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകളെ സംബന്ധിച്ച് ഇതേപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചത് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഇങ്ങനൊരു പരിപാടി നടത്തിക്കൊണ്ട് ഭിന്നിച്ചുണ്ടാക്കുകയോ കുഴപ്പം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ ഇതൊരു ഭിന്നിപ്പിന് കാരണമാക്കുകയോ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്ത നയങ്ങളുണ്ടായിരിക്കും. ഓരോ വിഷയത്തിലും ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത നയങ്ങളും ഉണ്ടായി. അപ്പോൾ സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർക്കുള്ള ഈ വിഷയത്തിലുള്ള വീക്ഷണം എന്ത്? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്ത് വിധി എഴുതുന്നു? ഇത്തരം കാര്യങ്ങളെല്ലാമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇതുകൊണ്ട് മറ്റേതെങ്കിലും ഗ്രൂപ്പുകാരെങ്കിലും പ്രസംഗം കേട്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നോ ആശയങ്ങളിൽ നിന്ന് പിന്തിരിയും എന്ന് കരുതിയിട്ടല്ല. ഏത് ആശയക്കാരും ഏത് പ്രസ്ഥാനക്കാരും ഒരു പ്രസ്ഥാനത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്ര തന്നെ പ്രസംഗം കേൾക്കുകയാണെങ്കിലും എത്ര ദലീലുകൾ കേൾക്കുകയാണെങ്കിലും എത്ര വാദപ്രതിവാദം നടത്തുകയാണെങ്കിലും അതെല്ലാം വെറുതെയാണ്. ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല എന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ട്. അപ്പോൾ കാര്യം വെളിപ്പെടുത്തുക എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ എന്നല്ലാതെ കൊണ്ട് മറ്റുള്ളവർ അത് സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, സത്യം നമുക്ക് മനസ്സിലായ സത്യം വെളിപ്പെടുത്തുക, നമ്മുടെ നയം ഈ വിഷയത്തിൽ എന്താണെന്ന് വെളിപ്പെടുത്തുക, ഇത് മാത്രമേ ലക്ഷ്യം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണല്ലോ നാം ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ രണ്ട് തിരുശേഷിപ്പുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്ത് മുസ്ലിമക്ക് വിട്ടുകൊണ്ടാണ് റസൂലുള്ളാഹി ഇവിടെ നിന്ന് യാത്ര പോയത്. നമ്മിൽ നിന്ന് വേർതിരിഞ്ഞു പോയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തിരുശേഷിപ്പ് നമുക്ക് വിട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് തിരുശേഷിപ്പുകൾ പലപ്പോഴും റസൂലുള്ളാഹിയുടെ തിരുശേഷിപ്പുകൾ എണ്ണുന്ന കൂട്ടത്തിൽ ആ രണ്ട് തിരുശേഷിപ്പുകളും എണ്ണാറില്ല, എണ്ണി കാണുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല. അതില്ലെങ്കിൽ ആ രണ്ട് തിരുശേഷിപ്പുകൾ ഇല്ലെങ്കിൽ ഉമ്മത്ത് മുസ്ലിം അത് അവഗണിക്കുകയാണെങ്കിൽ ഇസ്ലാം തന്നെയും നാം ദീനിൽ തെറ്റിപ്പോകത്തക്ക രൂപത്തിൽ കാഫറാകുമാറുള്ള, ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുമാറുള്ള രണ്ട് തിരുശേഷിപ്പുകൾ. അതിൽ മായം ചേർക്കുന്നത്
ഈ രണ്ട് തിരുശേഷിപ്പുകളിൽ മായം ചേർക്കുന്നത് സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് മുൻകഴിഞ്ഞ പണ്ഡിതന്മാര്, മുഹദ്ദിസുകൾ, സ്വഹാബത്ത്, താബീകൾ, തബഉ താബീകൾ, സലഫു സാലിഹുകൾ മുഴുവനും അവർ കഠിന യത്നം ചെയ്യുകയും അവരുടെ ജീവിതം മുഴുവനും അതിലേക്ക് എഴുതിവെക്കുകയും ചെയ്ത രണ്ട് തിരുശേഷിപ്പുകൾ. അതേതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രണ്ടാണ്. തറക്തു ഫീകും അംറൈനി ലൗ തദൂബൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂൽ. രണ്ട് കാര്യം വിട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. റസൂലുള്ളാഹി പറയുന്നു, ഞാൻ ഈ ലോകവുമായി വേർപിരിയുമ്പോൾ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്ന രണ്ട് കാര്യം, അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്ത് ഒരിക്കലും നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല. ലൻതദില്ലൂ മാ തമസ്സക്തും ബിഹി. അതേതാണ് ഒന്ന് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ. മറ്റൊന്ന് സുന്നത്തു റസൂലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത്. അപ്പൊ ഇതിൽ മായം കലരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ സഹാബത്തിന്റെ കാലം മുതലേ സൂക്ഷിച്ചു വന്ന കാര്യം. ഖുർആനിൽ മായം കലരാൻ പാടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ മായം കലരാൻ പാടില്ല. ഇതിനു വേണ്ടിയാണ് ആ മഹാന്മാർ അവരുടെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചത്. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല, അത് പറഞ്ഞു പോകുമ്പോൾ നീണ്ടുപോകും. അപ്പോഴേക്കും നമ്മുടെ വിവാദ വിഷയമെല്ലാം അങ്ങനെ ഇല്ലാതെയായി, സമയമില്ലാതെയായി പോകും. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഇവിടെ ചിന്തിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ വിവാദ വിഷയമായ തിരുശേഷിപ്പ്, റസൂലുള്ളാഹിയുടെ തിരുശേഷിപ്പ് പറയേണ്ടതില്ല. ആ തിരുശേഷിപ്പുകൾ എവിടെയെങ്കിലും റസൂലുള്ളാഹിയുടെ തിരുശേഷിപ്പാണ് അല്ലെങ്കിൽ തിരുകേശമാണ് എന്ന പേരിൽ ആരുടെ പക്കൽ എവിടെ കണ്ടാലും അതപ്പടി വിഴുങ്ങുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ടോ, അതോ അതിന് പ്രമാണങ്ങളും രേഖയും സനദും അന്വേഷിക്കേണ്ടതുണ്ടോ ഇല്ല? ഇതൊരു ചർച്ചാ വിഷയം, ഞാൻ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം. രണ്ടാമത്, അങ്ങനെ ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മുടിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കമീസിനെ പറ്റിയോ ഒരു ജുബ്ബയെ പറ്റിയോ തുണിയെ പറ്റിയോ മറ്റേതെങ്കിലും ഒരു വസ്തു റസൂലുള്ളാഹിയുടേതാണ് എന്ന് പറഞ്ഞ് അതിന്റെ സനദെന്താണ്, അതിന് ന്യായമുണ്ടോ, തെളിവുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അത് റസൂലുള്ളാഹിയുടെ തിരുശേഷിപ്പിനോടുള്ള അവഗണനയായി കണക്കാക്കപ്പെടുമോ ഇല്ല? പ്രധാനമായും ഇക്കാര്യം ആദ്യമായി നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ളതായിരിക്കും തേജസ് ദിനപത്രത്തിലെ ഒ അബ്ദുള്ള എഴുതിയ അംഗവിശ്വാസത്തിന് ആടാനൊരു തലമുടി ഞങ്ങൾ തലക്കെട്ടിൽ എഴുതിയ അതിൽപ്പെട്ട ചില കാര്യങ്ങൾ. കാരന്തൂരിലുണ്ടെന്ന് പറയുന്ന രോമം 1500 വർഷത്തിനപ്പുറം ജീവിച്ച മുഹമ്മദ് നബിയുടേത് തന്നെയാണെന്ന് കൃത്യമായി തെളിഞ്ഞാൽ പോലും പ്രവാചക കേശത്തെ ബഹുമാനിക്കാനും അത് കാലങ്ങളിലൂടെ സൂക്ഷിച്ച് അത് കഴുകിയ വെള്ളം പാനം ചെയ്യാനും വിശ്വാസി ആജ്ഞാപിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് ആഴത്തിൽ പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. ഇതാണ് 2011 ഫെബ്രുവരി 20 ഞായറാഴ്ച തേജസ് ദിനപത്രത്തിൽ എഴുതിയ ഇത് ഞാൻ വായിച്ചത് നമ്മുടെ നയം വിവരിക്കാൻ. ഇവിടെ കൂട്ടിക്കൊടഞ്ഞ തിരുകേശത്തെ സമസ്ത എതിർക്കുന്നു, ജമാഅത്ത് മുജാഹിദ് മുതലായ ആളുകൾ അവരും എതിർക്കും. അപ്പോൾ ഇവരെല്ലാം മുബ്തദീങ്ങൾക്ക് കൂട്ടുപിടിക്കുന്ന ആളുകളും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുമാണ്